അപ്പോൾ ഇഡ്ഡലി ചെമ്പില്ലാതെ നമുക്ക് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കും വേണം. അതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര കൂട്ടിയാലും പൂതിയെടുത്ത് ഒരു നല്ലൊരു എരു കുറഞ്ഞൊരു ചാറും കൂടിയാണ് ഉണ്ടാക്കും വേണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സാധാരണ സാമ്പാർ അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാക്കൽ. അപ്പോൾ ഇതൊരു വെറൈറ്റി കറിയാണ്. ഏതായാലും ഇനിയാണ് ഞാൻ ഒരു 1.5 ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിരിക്കണ ഈ കുപ്പി ഗ്ലാസ് ഇതാ, ഇതിനൊരു 1.5 ഗ്ലാസ് അരിയും ഒരു 3/4 ഗ്ലാസ് ഉയർന്നും വെള്ളത്തിട്ടിനി. എന്നിട്ട് നോക്കിയാണെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കാണാൻ നല്ലോണം ഇങ്ങോട്ട് അരച്ചെടുക്കണം. അന്തിക്കാണ് ഇത് അരക്കണത്. അപ്പോൾ നേരം മുളക്കുമ്പോൾ നമ്മളെ മാവ് നല്ലോണം പൊങ്ങും ചെയ്യും. ഇനി ഞാൻ അതിലേക്ക് ലേശം ചോറിട്ട് കൊടുക്കേണ്ടി കേട്ടോ. ഒരു ചോറ് എന്ന് പറഞ്ഞാൽ ഒരു 3/4 ഗ്ലാസ് ചോറിട്ട് കൊടുക്കണം. എന്നെങ്കിൽ നമ്മൾ ഇഡ്ഡലി നല്ല പഞ്ഞിയാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഇഡ്ഡലി ചെമ്പിലല്ലാത്തതുകൊണ്ട് നല്ല ഉഷാറായി കിട്ടും ചെയ്യും. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് വരെ ചോറിട്ട് കൊടുത്തിക്കണേ. ആ ഉയർന്നിൻ്റെ അളവിൽ ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ചിലവരൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം ഉപ്പിട്ട് കൊടുത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് പൊന്തൂല എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അരക്കണ നേരത്തിന് ഉപ്പിട്ട് കൊടുത്താൽ നമ്മൾ നേരം പൊളക്കുമ്പോൾ നമ്മൾ ആ മാവ് എടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ഒരുപാട് ഇളക്കണ്ട. കാരണം അതിൽ ഉപ്പിട്ടിക്കണമല്ലോ. നേരെ മറിച്ച് നമ്മൾ ഉപ്പിടാതെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നേരെ മുമ്പത്തെ നമുക്ക് അതിൽ ഉപ്പിടണം. ഉപ്പിട്ടാൽ ഒന്നായിട്ട് ഇളക്കും വേണം. ഇളക്കുമ്പോഴാണ് നമ്മൾ ഇഡ്ഡലി സോഫ്റ്റ് ആകലും നല്ല പഞ്ഞ് പോലെ പൊന്താതെ ബന്ന് ബ്രെഡൊക്കെ പോലെ സോഫ്റ്റ് ആകാതെ കേക്കൊക്കെ പോലെ അങ്ങോട്ട് പഞ്ഞായി കിട്ടൂല. അപ്പോൾ എന്താ നമ്മൾ ആ നേരം വെളുത്തതിന് ശേഷം ആ നല്ല പൊങ്ങിയ മാവൊക്കെ ഉപ്പിട്ട് ഇളക്കണതാണ് ഇതിൻ്റെ പ്രശ്നം. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിക്കാണ്ടേ നേരം മുളക്കുമ്പോൾ നമുക്ക് എടുക്കാം. ഇനി കൂട്ടുകാണ്ട് വെച്ച് മൂടിയാൽ നല്ലോണം അങ്ങോട്ട് പൊങ്ങും. നല്ലോണം പൊന്ന് വെച്ചാൽ നല്ലോണം പൊങ്ങും. പക്ഷേ ഞാനിതേക്ക് കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുത്തിന് കേട്ടോ. നേരെ ലേശം അപ്പക്കാരം ഇട്ട് കൊടുത്തിന്. അല്ലാതെ അച്ചേൽക്ക് ഇങ്ങനെ പൊന്തും. പക്ഷെ ഒരു മരുവിനെങ്കിലും നിങ്ങൾ അരച്ചേക്കണം. ഞാൻ അത് രാത്രി ഒരു 11 മണി അതിൻ്റെ ശേഷം അരച്ചേക്കണേ. നോക്കിന് ഉഷാറായിട്ട് നല്ല പൊന്തിയിട്ട് നല്ല പതമുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഇളക്കരുത് ഞങ്ങളോട് പറഞ്ഞില്ലേ. ഒരുപാട് ഇളക്കാൻ പാടില്ല. ഒരുപാട് ഇളക്കിയാൽ നമ്മളെ ഇഡ്ഡലി ഉഷാറാവില്ല, നല്ല സോഫ്റ്റ് ആവില്ല. ഒരു എങ്ങനെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ചെറിയൊരു ഇതുണ്ടാവും, ഒരു പെറുങ്ങലിച്ചല്. അപ്പോൾ അതില്ലാതെ അതൊക്കെയാണ് നല്ല പത. ഈ പതയാണ് നമ്മൾ ഇഡ്ഡലിത്തട്ടിക്ക് കോരിയിടേണ്ടത്. നമ്മൾ ഈ കോരിയിടുമ്പോൾ നല്ല പദമാണ്. മോള് ഇങ്ങനെ മുക്കി കാരണം ദൂറിയ സാധനം നല്ലല്ലോ ഒന്നായിട്ട് ഇളക്കാൻ. അപ്പം നമുക്ക് പൊറുതിയേണ്ടുമാണെങ്കിൽ ഇതേമാതിരി നേരെ ഒരു ഇളക്കം കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോക്കിയാണെങ്കിൽ ദോശക്കാണെങ്കിൽ ഉഷാറാണ്. പക്ഷെ ദോശക്ക് നമ്മൾ ഇങ്ങനെ അല്ലല്ലോ, കുറച്ച് ഉലുവൊക്കെ ഇടുമല്ലോ. അപ്പോൾ ഉലുവൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഉഴുന്ന് ദോശ ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ച് ഉലുവ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലവർ ചീരുള്ളിയൊക്കെ അരച്ചിടും. പക്ഷെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാവ് കാണുന്നില്ല ഞങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാവ് പൊങ്ങണില്ല എന്ന് പ്രശ്നമുള്ളവർ എന്ത് ചെയ്താലും എന്ത് കാട്ടിയിട്ട് പൊങ്ങണില്ലെങ്കിൽ ഒരു ലേശം ബേക്കിംഗ് സോഡ കേട്ടോ. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പക്കാരം ഒരു പിഞ്ച് അതിട്ട് കൊടുത്താൽ ഇളക്കി വെച്ചാൽ ഉഷാറാവും, നല്ല പൊങ്ങി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഈ ഒരു പാത്രത്തിലാണ്. ഈ ഒരു പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. പോരാത്തിന് നമ്മളെ ഡവറുണ്ടല്ലോ, നമ്മളെ കറി എടുക്കുന്ന പാത്രം എന്ന് വെച്ചാൽ ഒരു ചതുരത്തിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രമാണ് അത്യാവശ്യം അത്യാവശ്യം വലുപ്പമുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു തട്ട് തന്നെയാണ് കേട്ടോ. അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലും ഉണ്ടാക്കുന്നുണ്ട്, രണ്ടിലും ഉണ്ടാക്കി കാട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ പെരിയിലിപ്പോൾ അതൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ പാത്രമൊക്കെ എടുത്തുകൊള്ളേണ്ടി അതിൻ്റെ ഇടയിൽ കൂടി ആ കറി ഒന്ന് വേഗം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഒരു ദിവസം വീഡിയോയിൽ കാട്ടീന് കേട്ടോ. അപ്പോൾ ഒരു 10-20 കമൻറ്റ് വന്നിന് ഇങ്ങനൊരു കറി ആദ്യമായിട്ട് കാണുകയാണെന്നും പറഞ്ഞാണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടൊരു കാണുകയാണെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കൂട്ടുകാരിൽ കുറേ ആൾക്കാരുണ്ടാവും ആ കറി കാണാത്തവർ. അപ്പോൾ ഓൽക്കും കൂടിയാണ് പെട്ടോട്ടെ വിചാരിച്ച്. അപ്പോൾ ഞാനൊരു നുരുമ്പ് തേങ്ങ ചിരണ്ടിക്കാണ്ട് ഇട്ടുകണ് മിക്സിൻ്റെ ജാറിൽ. പിന്നെ നോക്കിയാണ് എരു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എരുണ്ട്. എരുവൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ 2 പച്ചമുളക്, പിന്നെ 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു തക്കാളി ഒക്കെ ഇട്ടുകണ് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു കുറച്ച് വെള്ളം, ഒരുപാട് വേണ്ട, ഒന്ന് പറഞ്ഞാണ്ട് ഒന്നിങ്ങോട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ അരപ്പിൻ്റെ കളർ എങ്ങനെ ഉണ്ടാകുക അറിയാം, ഒരു ഓറഞ്ചും അല്ല ഒരു റോസും അല്ലാത്തൊരു കളറാണ് ഏക്കാരം. കറി ഒന്ന് വേഗട്ടെ ഒറ്റടിക്കാണ്ട് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ 2 തരാക്കി കാട്ടി തരുന്നുണ്ട് ഒക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഉപ്പലൊക്കെ ചായക്ക് വരുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അപ്പോൾ കറി വേണ്ടുണ്ടാക്കി വെച്ചാൽ അതാണ് കഴിയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ഈ ചോറ്റയ്ക്ക് കറി വേണ്ടാക്കിയേക്കണം ഞാൻ പറഞ്ഞത്. പക്ഷേ ചായൻ്റെ കടിയൊക്കെ ആദ്യം കറി ഉണ്ടാക്കി വെച്ചാൽ ഇപ്പോൾ ഒരു പത്തിരി ചുടാനും ഓട്ടാട ചുടുകയാണെങ്കിലും പുട്ട് ചുടുകയാണെങ്കിലും ഒക്കെ ആദ്യം തന്നെ ദോശ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ആദ്യം ഇങ്ങനെ കറി ഉണ്ടാക്കി വെച്ചാൽ എന്താ അറിയാം,
കറി ഉണ്ടാക്കിയൊക്കെ ചായ ഉണ്ടാക്കിയൊക്കെ എന്നാൽ പിന്നെ നമ്മളെ പെരയിൽ കുട്ടികളായാലും നമ്മൾ വ്യാപാരായാലും ആരെങ്കിലും നമുക്ക് ചായ വേഗം കൊടുക്കാണ്ടെങ്കിൽ ആളെ കടി കുട്ടികൾക്ക് കൊടുക്കാം. അല്ലാതെ ഇത് ആദ്യം തന്നെ നമ്മൾ കറി ഉണ്ടാക്കാഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ചായ ഒരു കച്ചയൊക്കെ കടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേഗം പോകേണ്ട പെരക്കാരൊക്കെ പെരയിൽ വേഗം പോണീറ്റിങ്ങളൊക്കെ ഉണ്ടാവും പെട്ടാൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെള്ളിയാഴ്ച ഞായറാഴ്ചയൊക്കെ ലീവാണല്ലോ ഉണ്ടാകുക അധികം കുട്ടികൾക്കും വ്യാപാരക്കൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കടി ഉണ്ടാക്കുക, പിന്നെ കറി ഉണ്ടാക്കുക, എല്ലാവരും കൂടി ടേബിളിൽ കുത്തിർന്ന് കുടിച്ചുമ്പോൾ പ്രശ്നമില്ല, ഒപ്പം കുത്തിർന്ന് കുടിച്ചുമ്പോൾ. അല്ലാതെ ഓരോരുത്തർ പോകുമ്പോഴേ ഈ പണിയായിട്ട് ആദ്യം തന്നെ നല്ലത്. അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അറന്നെടുത്ത് അതിക്ക് കടുക് ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇല അതേമാതിരി കുറച്ച് 1-2 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നല്ലൊരു മണാട്ടോ, നല്ലൊരു ടേസ്റ്റായിട്ട് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് സാമ്പാറുണ്ട് ഇവിടെ. പക്ഷേ ഞാൻ ഇഡ്ഡലി ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ ഉണ്ടാക്കലുണ്ട്. പക്ഷേ അതുണ്ട്, ഋതുവിന് വലിയ ഇഷ്ടമില്ല സാമ്പാർ. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കാരണം കുട്ടികളെ ഇഷ്ടമാണല്ലോ നമുക്ക് വേണ്ടിയത്. നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ഇഷ്ടമില്ലെങ്കിൽ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറുണ്ട്. അമ്മ എത്തിക്കൊക്കെ പെങ്ങൾക്കൊക്കെ എന്താണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. പിന്നെ അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പാകമായി. അപ്പോൾ കറി റെഡിയായി. എന്തൊരു എളുപ്പം കറി റെഡിയായി എന്നറിയോ. അപ്പോൾ ഈ ഒരു കറികളൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. നമ്മൾ സാധാരണ ചട്നി ഉണ്ടാക്കണ ഒരു വെറൈറ്റി ചട്നിയാണ് ഇട്ടത്. അപ്പോൾ അത് ആ വെള്ളം ഞാൻ അങ്ങോട്ട് തീ വെച്ചിരിക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ തട്ടുകൾ എടുക്കുക. അപ്പോൾ ഈ തട്ടുകൾ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് എല്ലാത്തേക്കും ഒന്ന് വെളിച്ചെണ്ണ എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ നമ്മൾ അധികം ആൾക്കാരുടെ പെരയിലുണ്ടാവും ഇഡ്ഡലിച്ചെമ്പ്. പക്ഷേ ഇഡ്ഡലിച്ചെമ്പ് ഉണ്ടായിട്ട് പിന്നെ നമ്മൾ ഇഡ്ഡലിച്ചെമ്പും പിന്നെ നമ്മൾ നൂൽപുട്ടിൻ്റെ ചെമ്പും വാങ്ങും. അപ്പോൾ ഈ ഇഡ്ഡലിച്ചെമ്പിന് അത്യാവശ്യം നല്ല വിലയാണ് ഇഡ്ഡലിച്ചെമ്പ്. പിന്നെ നൂൽപുട്ടിൻ്റെ ചെമ്പിനും കൂടി ആകുമ്പോൾ നല്ല വിലയാണ്. അപ്പോൾ നൂൽപുട്ടിൻ്റെ ചെമ്പ് ഒഴിവാക്കിയത് പിന്നെ നൂൽപുട്ട് നമ്മൾ തിരിച്ചിന സേവനായി ഉണ്ടല്ലോ അതിന് നല്ല വിലയാണ്. അപ്പോൾ അധികം ആൾക്കാർ എന്താ ചെയ്യൽ വെച്ചാൽ ഇഡ്ഡലിച്ചെമ്പ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മളടുത്ത് ചെമ്പുണ്ടല്ലോ എന്നാൽ പിന്നെ നൂൽപുട്ടിൻ്റെ ആ സ്റ്റീലിൻ്റെ ആ തട്ടുള്ള ആ പ്ലേറ്റ് പോലുള്ള ആ ഒരു ഓട്ടോട്ടുള്ള ആ സാധനം മതി. അതേമാതിരി ആ സേവനായും മതി. അത് രണ്ടും മതി. ചെമ്പൊന്ന് മതി എന്ന് വിചാരിച്ചോലുണ്ട്. എന്നാൽ എന്താ പറയുക, ചെമ്പൊന്ന് മതി. ഇഡ്ഡലിച്ചെമ്പക്ക് ആ നമ്മൾ ഈ ഒരു തട്ടും ഇറക്കിയേക്കാം. അതേമാതിരി തന്നെ നൂൽപുട്ടിൻ്റെ അതും ഇറക്കിയേക്കാന്ന് വിചാരിച്ചാണ്ട് വാങ്ങണമല്ലോ, ചെമ്പൊന്നേ വാങ്ങുള്ളൂ. പക്ഷെ അതെന്താ പറയുക പ്രശ്നം വരലേ, ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നൂൽപുട്ടും ഉണ്ടാക്കണം ഇഡ്ഡലിച്ചെമ്പും ഉണ്ടാക്കണം, ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ രണ്ടും കൂടി വേണമെന്ന് നിൽക്കണ നേരത്തെ വലിയ ബുദ്ധിമുട്ടാണത്. വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചെമ്പൊന്നല്ലേ ഉള്ളൂ, പിന്നെ എന്ത് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ നേരത്തെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും കേട്ടോ. ഒരുപാട് ഉപകാരം എന്ന് വെച്ചാൽ ഇഡ്ഡലിച്ചെമ്പിൽ ഇതുണ്ടാക്കും, ഈ നൂൽപുട്ടുണ്ടാക്കും ചെയ്യുക, ഇഡ്ഡലി ഇതിലുണ്ടാക്കും ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പാരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇഡ്ഡലി പാരുമ്പം നമ്മൾ തട്ടായി നിൽക്കല്ലേ. അപ്പോൾ ഈ ഒരു തട്ട് നമ്മൾ തോനെ ഇഡ്ഡലിൻ്റെ മാവ് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് കൊടുത്താൽ അതിങ്ങനെ പൊങ്ങും, പെട്ടെന്ന് പൊങ്ങും. നല്ല സോഫ്റ്റ് നല്ല മാവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഒരു തട്ടുമ്മൽ അടിയത്തെ തട്ടത്ത് പൊങ്ങിയാണ്ട് രണ്ടാമത്തെ തട്ടിൻ്റെ ബാക്കിൽ മൂട്ടിൽ തട്ടും. എന്നിട്ട് എന്താവും, ആ ഇഡ്ഡലി ആയി ഒട്ടി ഒരു വൃത്തി ഉണ്ടാവില്ല ഇഡ്ഡലി കാണാൻ. മേലത്തെ തട്ടിന് കുഴപ്പമുണ്ടാവില്ല, അടിയത്തെ തട്ടൊക്കെ ഒട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പറ്റുള്ളൂ കേട്ടോ. കുറച്ചീച്ച നിറഞ്ഞ് നിൽക്കുന്ന പോലത്തെ. പിന്നെ നോക്കിയാൽ നിറഞ്ഞ മാതിരി പാർന്നിട്ടുള്ളൂ, കുറച്ചീച്ച അര കുഞ്ഞിക്കയിലീച്ച പാർന്നിട്ടുള്ളൂ മാവ്. ഇപ്പോൾ നോക്കിയാണെങ്കിൽ ഈ ഇഡ്ഡലി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നല്ല ഇഡ്ഡലിയായി തോന്നുന്നില്ല, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആട്ടോ. എനിക്ക് ചപ്പിച്ച് വെക്കാൻ വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ നോക്കിയാണെങ്കിൽ ഇത് ഞാൻ 2 തട്ടാട്ട വെച്ച്, ഇനി ഞാൻ ഡവറി വെക്കേണ്ട 3 തട്ട് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നോക്കിയാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലി ചെമ്പിൽ വെക്കണതിനേക്കാളും അതൊരു ഗുഡ്സാണേക്കാരല്ലോ. ഇതാകുമ്പോൾ കുറച്ചും കൂടി വിസ്താരമൊക്കെ ഉണ്ടേനും അതിൻ്റെ ഒരുപാട് ഇതുണ്ടല്ലോ, നീരാവി ഒന്നും ഇതിൽ കിട്ടണില്ല. നമ്മൾ സാധാരണ ഇഡ്ഡലി ചെമ്പിൽ വെക്കുമ്പോൾ അതിലേക്ക് നീരാവികളൊക്കെ ഇറ്റി വെള്ളമൊക്കെ ഉണ്ടാവും, കുറേശ്ശെ വെള്ളമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നല്ല വൃത്തി, നല്ല ഉണങ്ങിയ ഇഡ്ഡലി അല്ലേ, നല്ല ഉണങ്ങിയ ഇഡ്ഡലി. പക്ഷേ അതേമാതിരി തന്നെ ഇതൊക്കെയാണെങ്കിൽ ഞാൻ കുറേശ്ശെ മാവ് വെച്ചുകൊണ്ട് അടിയത്തെ തട്ടിൻ്റെ ഇതിനും ഒരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല. നല്ല പൊന്തി നല്ല ഉഷാറായി കേട്ടോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഡവറിയിലാണ് കേട്ടോ. ഈ ഡവറിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൽ 3 തട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇമാതിരി തട്ടുകളൊക്കെ ഡവറുകളൊക്കെ എല്ലാവരും പെരയിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് നൂൽപുട്ടും ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഇതിൽ ഇഡ്ഡലി ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്ക് ഇനിയിപ്പോൾ കുറേ ആളുടെ പെരയിലൊക്കെ ഉണ്ടാവും, ബാപ്പയും മക്കളും മരക്കളുമായിട്ട് 2-3 മരക്കളുമായിട്ട് കുറേ പേരക്കുട്ടികളും പിന്നെ മക്കളും എല്ലാം കൂടുതൽ പേരുണ്ടല്ലോ. നല്ല രസമാണ് കേട്ടോ. ഈ എന്താണ് കുട്ടികൾ കുറച്ച് കുറവും പേരക്കുട്ടികളും മക്കളൊക്കെ കുറവുള്ള ആൾക്കൊക്കെ ഒരു രസം ഉണ്ടാവില്ല. ജീവിതം എപ്പോഴും രസം, കുറേ ആൾ കൂടിയാണ്ടാണ്. പക്ഷേ
സാമ്പത്തികം വേണം. സാമ്പത്തികമല്ലേ ആ കുടുംബത്തിൽ പെരുങ്കച്ചറേനേക്കാരം നല്ല അച്ചറുണ്ടാവും കേട്ടോ. അതാരും നന്നായിട്ടും കാര്യമില്ല, ഒരാൾ നന്നായിട്ട് കാര്യമില്ല, എല്ലാവരും നന്നായിട്ടും കാര്യമില്ല, അവിടെയൊക്കെ സുഖസ് വരിക തന്നെ ചെയ്യും. പക്ഷെ സാമ്പത്തികം ഉണ്ടോ, അത്യാവശ്യം സാമ്പത്തികം ഉണ്ട്, നല്ല ഏതെങ്കിലും ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാത്ത സൈസും കൂടെ ആയാൽ ഉഷാറായി നല്ലതാണ് കേട്ടോ. നല്ല സ്വഭാവം ഒക്കെ ആകുമ്പോൾ നല്ലതാണ് കാരം. അപ്പോൾ ആളുണ്ടാകുമ്പോഴാണ് നല്ല രസം എന്നപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മറ്റിൽ കാട്ടിത്തരണമെങ്കിൽ എന്താണ് ഇതൊന്നുകൂടി കുത്തിയിരുത്താട്ടെ കേട്ടോ. നിങ്ങൾ കണ്ടില്ല ഇഡ്ഡലിൻ്റെ സോഫ്റ്റ്, ഇതൊന്നുകൂടി കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ഇഡ്ഡലി ഇങ്ങോട്ട് എടുത്താൽ കിട്ടുള്ളൂ. പക്ഷേ ഗ്യാസ്മ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പുതിയ ഡവറൊക്കെ ആകുമ്പോൾ വേഗം കളറ് മാറും. അപ്പോൾ അത് പഴക്കം ചെന്ന ഡവറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല അൽമണീൻ്റെ ചെമ്പട്ടി ഉണ്ടാവുമല്ലോ, അൽമണീൻ്റെ ചെമ്പട്ടി എടുത്താലും മതി കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇതിന് കുറച്ചതൊക്കെയാണ് ഈസി കുക്കുമ്പോൾ വെച്ച് കാണും. ഇതിൻ്റെ അടി കാണുന്നുണ്ട് നിങ്ങൾ എന്താണ് കറുത്ത മാതിരി ആ ഡവറിൻ്റെ ഉള്ളിൽ. അതേമാതിരി ഞാൻ വെച്ചെടുത്ത പാത്രം നോക്കിയാണ് അതതിലും വലിയ അലമ്പില്ലേ. അതൊക്കെ എത്ര ഈസി കുക്കുമ്പോൾ വെക്കണം മക്കളെ. കരൻ്റെ അടുപ്പം വലിയ വെച്ചിക്കാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കരിയും, അതാണ് ഉണ്ടാവല്. അതപ്പോൾ ഈ ഡവർ അതേമാതിരി ഒരു ഡവറുണ്ട് ഇതിനായിട്ട്, ചെറിയ ഒരു ഡവറ പൊട്ടി ചീന്തി ചിരിച്ചാൽ വരെ എനിക്ക് പറയുമ്പോൾ അത് പൊട്ടി ചീന്തി എന്തോ ഒരിത് വെച്ചതേനി വറ്റിക്കാണ്ട്, കറി എന്തേനി വറ്റിക്കാണ്ട് പൊട്ടിക്കീറി നടുകൊണ്ട് പൊട്ടിക്കണ്. അപ്പോൾ ഇതും അതേമാതിരി എന്തോ വെച്ചാണ് കഴിഞ്ഞത്, അതാണ് ആ കറുപ്പിട്ടോ. അങ്ങനത്തെ പാത്രം നമുക്ക് ഇനി ഒരു കുറച്ച് നിറം മാറിയാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ. എന്താ ഇഡ്ഡലി ഇങ്ങോട്ട് നോക്കി, എന്താ നിൽക്കണം, 3 തട്ടും സൂപ്പറായി ഉണ്ടാക്കി കേട്ടോ, നല്ല ഉഷാറാണ്. അപ്പോൾ ഇതൊക്കെയാണ് അത് പൊന്തി നിൽക്കണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുറച്ച് അരക്കുഞ്ഞിക്കയിലിച്ചേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ മാവിൻ്റെ ബാറ്ററിൻ്റെ ഉഷാറുകൊണ്ട് നല്ല ഉഷാറായും ചെയ്തിക്കണ്. പോരാത്തതിന് ഇത് നല്ലോണം പൊന്തിയാലും കുറച്ച് പറഞ്ഞുകൊണ്ട് പൊന്തിയാലും അടിയത്തീമ തട്ടിയിട്ടില്ല. നമ്മൾ കുറച്ച് കൂടുതൽ പറഞ്ഞത്തറിയാം അണ്ട് പൊന്തിയിട്ടുണ്ടെങ്കിൽ അടിയത്തീമലാണ്ട് തട്ടും, ബാക്കിൽ തട്ടും. എന്നിട്ട് ഈ നമ്മൾ മുകളത്തെ തട്ട് നല്ല ഉഷാറായി കിട്ടും. മറ്റൊക്കെ ഇങ്ങനെ ഇതിമ തട്ടി ഒട്ടി, പിന്നെ ആ മാവൊക്കെ ഇതിമലാണേക്കാരം. പകുതി ഇഡ്ഡലി മറ്റേ തട്ടിൻ്റെ ബാക്കിലാണ് മൂട്ടിലാണേക്കാരം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉഷാറാണ്. അപ്പോൾ ഈ ഒരു ഇത് നല്ലതാണ് കേട്ടോ, എളുപ്പമാണ്. അപ്പം നിങ്ങളിങ്ങനെ കുറച്ച് ഈ ഇഡ്ഡലി തട്ട് കൊള്ളണ എന്ത് പാത്രം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. പിന്നെ അതേമാതിരി തന്നെ ഇങ്ങോട്ട് നല്ല സോഫ്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ അപ്പക്കാരം കൂട്ടുക. ഈ മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് നമ്മൾ വിചാരിച്ച മരുന്ന് പൊങ്ങിയൊന്നും കിട്ടൂല. പിന്നെ ഇനിയിപ്പോൾ എത്ര നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അരച്ചാലും ഈ ഒരു സോഫ്റ്റ് കിട്ടൂല കേട്ടോ. കിട്ടും, നന്നാവും, പക്ഷേ ഇത്ര ഇങ്ങോട്ട് കിട്ടൂല. പിന്നെ ബേക്കിംഗ് സോഡ കേടല്ലേ എന്നൊക്കെ പറയും. ബേക്കിംഗ് സോഡ ഒരു നുള്ളിട്ട് വിചാരിച്ചുകൊണ്ട് എപ്പോഴും ഭക്ഷണത്തിൽ കൂട്ടി വിചാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനായിട്ട് എപ്പോഴും കേക്കും വന്നും തിന്നണ മാതിരി ഒന്നല്ലോ ഇത്. വലിയ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതെ തന്നെ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഭക്ഷണം നന്നാവാൻ വേണ്ടി ഇനിയിപ്പോൾ ഒരു കലത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിലും ഒരു നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ഇതേപോലത്തെ ഇത് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഒരു നുള്ളി ബേക്കിംഗ് സോഡ അപ്പക്കാരം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ടൊന്നും പറ്റില്ല. അപ്പം ഇതാ ഉഷാറായി ഇതൊക്കെ നമ്മളെ കറി. ഇനി കുറച്ച് സാമ്പാറും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ബാവു ചായക്ക് വന്നിക്കണ്, കാത്തു തീർക്കുന്നുണ്ട്. പിന്നെ ഋതുവിന് ഞാൻ കൊടുത്തിക്കണ്, ഓള് പോയി നോക്ക്. പിന്നെ ഉപ്പുണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഇതാട്ടോ ഞാൻ സാമ്പാറും എടുക്കുന്നുണ്ട്, അതേമാതിരി ഈ കറി എടുക്കുന്നുണ്ട്. ഏതാണെന്ന് വെച്ചാൽ കൂട്ടിക്കോട്ടെ. ഋതുവിന് കുറച്ച് ഈ കറി ഉണ്ടാക്കി വെക്കണം എന്നുള്ളൂ. ബാക്കി എനിക്ക് പിന്നെ ഇതിന് ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറാണ്. സാമ്പാർ അതേമാതിരി തന്നെ ബീഫ് കറിയൊക്കെ നല്ല ടേസ്റ്റാണ്. ചട്ടിന് നല്ല ടേസ്റ്റാണ്, ഇല്ല എന്നല്ല, ഒക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എനിക്കിഷ്ടം തന്നെയാണ്, പക്ഷേ ഏറ്റവും ഇഷ്ടം സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലേക്ക് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.